അന്നത്തെ മെത്രാന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതാണ് ഈ ഭക്തി പ്രചാരത്തിലാകാൻ കാരണം. അപ്പോൾ മെത്രാൻ്റെ അടുക്കൽ ചെന്നിട്ട് മെത്രാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവൻ രോഗബാധിതനായി കിടക്കുകയാണ്. അപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി, അന്ത്യകൂദാശ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ മാതാവ് എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരു മലനിരയുണ്ട്. മാതാവിനോട് എന്ത് പറയും? മാതാവിന് വാക്ക് കൊടുത്തു പോയതാണല്ലോ, മെത്രാനെ അറിയിച്ചോളാം എന്ന് പറഞ്ഞ മാതാവിന് വാക്ക് കൊടുത്തു പോയതാണ്. അപ്പോൾ മെത്രാൻ അങ്ങനെ പറഞ്ഞപ്പോൾ, തടസ്സം പറഞ്ഞപ്പോൾ മാതാവിനോട് എന്ത് പറയും എന്ന് കരുതി മാതാവിനെ കാണാതെ വേറെ വഴി പോകാൻ ശ്രമിച്ചു. അപ്പോൾ മാതാവ് ആ വഴി വന്നു. ആ വഴി വന്നിട്ട് അപ്പോൾ ഈ അവസ്ഥയെല്ലാം മനസ്സിലാക്കി മാതാവ് ഇങ്ങനെ പറഞ്ഞെന്നാ പറയുക, നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാനിവിടെ ഇല്ലേ എന്ന് പറഞ്ഞെന്നാ പറയുക. അപ്പോൾ അവിടെ തണുപ്പ് കാലത്ത്, റോസാപ്പൂക്കൾ വിരിയാത്ത കാലത്ത് മാതാവ് ഒരടയാളം കൊടുത്തു. റോസാപ്പൂക്കൾ, ആ മലനിര നിറയെ റോസാപ്പൂക്കൾ. മെത്രാനെ കാണിക്കാൻ അതിൽ നിന്ന് പൂക്കൾ പറിച്ചെടുത്ത് തൻ്റെ മാൻഡൽ പുറങ്കുപ്പായത്തിനുള്ളിൽ വെച്ച് മെത്രാൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ മെത്രാൻ്റെ അടുക്കൽ വന്നപ്പോഴും പൂക്കൾ കാണിക്കുന്ന കൂട്ടത്തിൽ നോക്കിയപ്പോൾ മാൻഡലിൽ, പുറങ്കുപ്പായത്തിൽ ആ മാതാവിൻ്റെ ചിത്രം പതിച്ചിരിക്കുന്നു. അപ്പോൾ അത് മെത്രാന് ബോധ്യപ്പെടുന്ന ഒരു അടയാളമായിരുന്നു. പിന്നീട് മാതാവ് തന്നെ ഇടപെട്ട് ആ അമ്മാവന്, രോഗബാധിതനായ അമ്മാവന് സൗഖ്യം കൊടുത്തു. ഈ രണ്ട് കാര്യങ്ങളാണ് മെത്രാന് വിശ്വാസത്തിലേക്ക് വരാൻ കാരണമായത്. പിന്നെ അതങ്ങനെ പ്രചാരത്തിലായി. വളരെയധികം ഭക്തി. ഇപ്പോൾ ആരാധനക്രമത്തിൽ കഴിഞ്ഞ നാളുകളിലൊന്നും ഈ മാതാവിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈ തിരുനാൾ അത്ര പ്രസിദ്ധമായിട്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ പറയത്തക്ക വിധത്തിൽ ആചരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ സഭയിൽ അതൊരു കാര്യമായിട്ട് മാറുകയാണ്.